എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ടൂറിസ്റ്റ് ഡ്രൈവർമാരെ കുറിച്ച് അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ കോവളം സമുദ്ര KTDC ആ ഹോട്ടലിൽ പോയി. അപ്പോൾ അവിടുത്തെ ബാത്റൂമിൻ്റെ അവസ്ഥ ഞാൻ ഇതിൻ്റെ പുറകിൽ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. നമ്മൾക്ക് അറൈവൽ വരുന്നത് കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം, ഒന്നെങ്കിൽ എയർപോർട്ട് അല്ലെങ്കിൽ കൊച്ചിൻ റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം എയർപോർട്ട്, ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ഗസ്റ്റിനെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകിട്ട് 5 മണിക്കായിരിക്കും ഗസ്റ്റ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ എടുത്തിട്ട് നേരെ മൂന്നാർ ചെല്ലുമ്പോൾ ഏകദേശം ഒരു കറാമ്പളം ചെല്ലണം. ഒരു 3 മണി 4 മണി സമയത്ത് ചെല്ലുള്ളൂ. അവിടെ നമ്മൾ ഡ്രൈവർക്ക് കിടന്നുറങ്ങാൻ പോലും സമയം ഉണ്ടാവില്ല. ഏകദേശം ഒരു 8 മണി ഒക്കെ ആകുമ്പോൾ സൈഡ് സീൻ തുടങ്ങും. അതിന് നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കുളിക്കാനോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനോ ഒരു സൗകര്യം ഒരു ഹോട്ടലിലും മൂന്നാറോ തേക്കടിയിലോ ട്രിവാൻഡ്രം കോവളത്തോ കന്യാകുമാരിയിലോ എങ്ങുമില്ല. പക്ഷെ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ സ്റ്റാലിൻ ഗവൺമെൻറ് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈവർമാർക്ക് കമ്പൽസറി താമസിക്കാനുള്ള സൗകര്യം, കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, കാർ വാഷ് ചെയ്യാനുള്ള സൗകര്യം എല്ലാം അവിടെ ഫെസിലിറ്റി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തമിഴ്നാട് ഗവൺമെൻറ്. നമ്മുടെ കേരള ഗവൺമെൻറ് നമ്മുടെ ടൂറിസം ഡ്രൈവർമാരെ വെറും പട്ടികളെ പോലെ കാണുന്നത്. കാരണം വേറൊന്നുമില്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ സമുദ്ര കോവളം ഉള്ള ഹോട്ടലിൽ അവിടുത്തെ ബാത്റൂമിൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം. എല്ലാ ഹോട്ടലിലും അവസ്ഥ ഇത് തന്നെയാണ്. ഡ്രൈവർമാർ കിടന്നുറങ്ങുന്നത് ചെറിയ കാറുകളുടെ പിന്നിലത്തെ സീറ്റിൽ അല്ലെങ്കിൽ മുന്നിലത്തെ സീറ്റിൽ മറിച്ചിട്ടുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഡ്രൈവർമാർ കിടന്നുറങ്ങുന്നത്. ബസ്സാണെങ്കിൽ ബസ്സിൻ്റെ അകത്ത്, ട്രാവലറാണെങ്കിൽ ട്രാവലിൻ്റെ അകത്ത്. ഗസ്റ്റ് ഡ്രൈവർ എവിടെ കിടക്കുന്നു, എങ്ങനെ കിടക്കുന്നു, ഇതൊന്നും അറിയാറില്ല. രാവിലെ വണ്ടി കഴുകി ഡ്രൈവർമാർ കുളിച്ച് റിസപ്ഷനിൽ ചെല്ലുമ്പോൾ മാത്രമാണ് അവർ നമ്മളെ കാണുന്നത്. അതിന് ഇടയിലുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഈ ഡ്രൈവർമാരുടെ പേരിൽ റൂം കാശും അവരുടെ ബാറ്റ കാശ് വരെ കൊടുത്തിട്ടാണ് ഒരു വാഹനം ബുക്ക് ചെയ്യുന്നത്. അതൊന്നും നമ്മുടെ ട്രാവൽ ഏജൻസികൾ ഡ്രൈവർമാർക്ക് കൊടുക്കാറില്ല. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമുദ്ര ഹോട്ടലിൽ പോവാറ്, അവിടുത്തെ അവസ്ഥയൊന്ന് കാണുക. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഓരോ ഡ്രൈവർമാരുടെ അവസ്ഥകളാണ്. ഇത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി പറയാനുണ്ട്. അത് ഞാൻ പുറകെയുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാനുണ്ട്, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സമുദ്ര കോവളത്തുള്ള KTDCയുടെ ഗവൺമെൻറ് ഹോട്ടലിനെ കുറിച്ചുള്ളൊരു ബാത്റൂമിൻ്റെ അവസ്ഥയാണ്. ടോയ്ലറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. എല്ലാ നമ്മുടെ ടൂറിസ്റ്റ് ഡ്രൈവർമാരും മാക്സിമം ഷെയർ ചെയ്യുക, സഹകരിക്കുക. ഓക്കെ. ഇത് നമ്മുടെ പൂവാർ കോവളത്തുള്ള KTDC സമുദ്ര ഹോട്ടൽ ഡ്രൈവേഴ്സ് പാർക്കിംഗ് ആൻഡ് ബാത്റൂമാണ് കാണുന്നത്. നോക്കിക്കോട്ടെ, ഈ സ്ഥലത്താണ് നമ്മൾ വന്ന് കിടക്കുന്നത്. ഒരു ബാത്റൂം, അതാകെ പൊട്ടിപ്പൊളിഞ്ഞ് ഇതാണ് ബാത്റൂം. ബക്കറ്റില്ല. ഇവിടെ എന്ന് വേണമെങ്കിൽ കുളിക്കാം. ഷവറില്ല. ഇതാണ് വാതിൽ. വാഷ് ബേസിൻ. മേളിൽ നിന്നുള്ള തലടിയും ചിലപ്പോൾ ഇടിമുളിങ്ങൊക്കെ വീഴും. ഇത് പിന്നെ ഇല്ല, ഇതൊക്കെ പോയിണ്ടാ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മുടെ ഡ്രൈവേഴ്സ് ഫെസിലിറ്റി കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള KTDC കോവളം.